ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ബോളിവുഡ് ഇട്ട ഒരു ബോംബിനെ കുറിച്ചാണ്. ഈ പടം നമ്മുടെ ലവ് ടുഡേയുടെ റീമേക്ക്. ലവ് ടുഡേ 5 കോടിക്ക് പടം എടുത്തിട്ട് 100 കോടി അടിച്ചു. ബോളിവുഡുകാർ ഈ പടം റീമേക്ക് ചെയ്തത് 60 കോടിക്ക്, എന്നിട്ട് 12 കോടി അടിച്ചു. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ അമീർ ഖാന്റെ മോനാണ്. ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല, എന്നാലും നിക്കട്ടെ. പിന്നെ ഈ സിനിമയിലെ നായിക നമ്മുടെ നെപ്പോ ചേച്ചിയാണ്. വന്ന് ബോളിവുഡിൽ ഏത് പേട്ട് സിനിമ എടുത്താലും അതിന്റെ നായിക നമ്മുടെ നെപ്പോ ചേച്ചിയാ. പിന്നെ ഇതിന് മുന്നേ ഇറങ്ങിയ സിനിമകളിൽ നമ്മുടെ നെപ്പോ ചേച്ചി കഴുത്ത് വെച്ചാണ് അഭിനയിക്കാറ്. പക്ഷെ ഈ സിനിമയിൽ നമ്മുടെ നെപ്പോ ചേച്ചി കഴുത്ത് വെച്ച് തന്നെ അഭിനയിക്കണേ. ഈ പടം തുടങ്ങാൻ തന്നെ OnePlusന്റെ ആഡ് 5 മിനിറ്റ് കാട്ടിട്ടാ. എന്നിട്ട് കോല തള്ളി ആ പഞ്ചായത്ത് തന്നെ കുലുക്കുമാര്. എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ നെപ്പോണന്റെ അമ്മയ്ക്ക് ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷെ ആൾക്കാർ OnePlusന്റെ ഫോണാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല കേട്ടാ. OnePlus का नया फोन है, शाइन एंड लवली का फेशियल किट है, खुराना क्लिनिक का स्लिमिंग पैकेज है, सुमो ब्रांड के नहीं. അങ്ങനെ 5 മിനിറ്റത്തെ ഫോണിന്റെ ആഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നെപ്പോ അണ്ണൻ ഒരു ഫോൺ കടയ്ക്ക് പോകും. നമ്മുടെ നെപ്പോ ചേച്ചിക്ക് ഒരു ഫോൺ വാങ്ങി കൊടുക്കുക. നമ്മുടെ നെപ്പോ ചേച്ചിയുടെ ഫോണാകെ ഗ്രീൻ ലൈൻ വന്നേക്കാം. അത് കാരണം കടയിൽ ചെന്നിട്ട് ഗ്രീൻ ലൈനൊന്നും വരാത്തൊരു ഫോൺ തരുമോന്ന് ചോദിക്കുക. അപ്പൊ കടക്കാരൻ ധൈര്യമായിട്ട് OnePlus എടുത്തോന്ന് പറയും. ഇത് പുതിയ അപ്ഡേഷനാ, കമ്പനിയുടെ പുതിയ വാട്ടർമാർക്കാ. പിന്നെ കടയിലെ ചെക്കൻ ആ ഫോണിന്റെ പൈസ പറയും. അപ്പൊ 6000 രൂപ നമ്മുടെ നെപ്പോണ്ണന്റെ കുറവുണ്ട്. അപ്പൊ എന്നെ നമ്മുടെ നെപ്പോണ്ണൻ കൂട്ടുകാരെ വിളിച്ചിട്ട് പൈസ അയച്ചു തരുമോന്ന് ചോദിക്കും. അപ്പൊ എന്നെ അവന്മാരെ പൈസ അയച്ചു കൊടുക്കും. കൂട്ടുകാരെ എങ്ങനെ വേണം, നമ്മുടെ കൂട്ടുകാരെയൊക്കെ പൈസ ചോദിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നില്ല എന്നല്ലാണ്ട് ഒരു തേങ്ങ നടക്കില്ല. ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെപ്പോണ്ണൻ ആ ഫോൺ നമ്മുടെ നെപ്പോ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും. അപ്പൊ അവൾക്ക് സ്നേഹം കൂടിയിട്ട് ഒരു ചാപ്രി പേര് ഇട്ടിട്ട് നമ്മുടെ അണ്ണനെ വിളിക്കും. നല്ല പേര്. ഇതേപോലെ നാട്ടുകാർക്ക് ഈ സിനിമ കണ്ടിട്ട് ഇവനോട് സ്നേഹം കൂടിയിട്ട് കുച്ചിയുടെ ചീ മാറ്റിയിട്ട് പലതിട്ട് ഇവനെ വിളിച്ചായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെ നമ്മുടെ നെപ്പോ ചേച്ചി ആ ഫോണും കൊണ്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ അവളുടെ തന്ത എവിടെ നിന്നാണ് ഈ ഫോൺ കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ ആരും വിശ്വസിച്ച് പോണ ഒരു കള്ളം നമ്മുടെ നെപ്പോ ചേച്ചി പറയും. മാളി പോയപ്പോ സ്പിൻ വീല് കറക്കിപ്പോ ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് പറയും. मॉल में ऑफर था, वो स्पिन द व्हील वाला, तो उसमें फोन मिला. പിന്നെ രാത്രിയാവുമ്പോ നമ്മുടെ നെപ്പോണ്ണനും നെപ്പോ ചേച്ചിയും കൂടിയിട്ട് അപരാധ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. സ്കൈപ്പിൽ വരും ശിവകുട്ടൻ, മൂവ് ബാക്ക് പറയും ശിവകുട്ടൻ, ക്ഷമയില്ലാത്ത ശിവകുട്ടൻ, എന്നാൽ പാവം ശിവകുട്ടൻ. പിന്നെ മോർണിംഗ് ആവുമ്പോ നമ്മുടെ നെപ്പോണ്ണന്റെ ചേച്ചി വന്നിട്ട് എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി എന്ന് പറയും. അപ്പൊ നമ്മുടെ നെപ്പോണ്ണൻ അറേഞ്ച് മാരേജ് ഒന്നും ചെയ്യണ്ട, അവൻ രാത്രി വളി വിട്ട് ആ കാര്യം പോലും നിനക്ക് അറിയില്ല എന്ന് പറയും. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവർ ആലോചിക്കും. ഇതൊന്നും ലവ് ടുഡേയിലില്ല കേട്ടാ. ഇത് നമ്മുടെ ബോളിവുഡുകാർ അപ്ഗ്രേഡ് ചെയ്ത കോമഡിയാ. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെപ്പോണ്ണന്റെ ചേച്ചി എനിക്ക് ഇയാളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് എൻഗേജ്മെന്റ് ആവും. എൻഗേജ്മെന്റിന്റെ അന്ന് നെപ്പോ ചേച്ചി ഒരു ബെസ്റ്റി ആയിട്ട് വരും. എന്നിട്ട് ഇത് ബെസ്റ്റിയാന്ന് നമ്മുടെ നെപ്പോണ്ണ അറിയുമ്പോ അവനെ നൈസായിട്ട് അവളുടെ അടുത്ത് നിന്ന് മാറ്റും. എക്സ്ക്യൂസ് മീ, എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വിടുന്നേ. എന്താ? എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി അപ്പുറത്തെ കാട്ടിൽ പോയിട്ട് കിസ് ചെയ്യാൻ പോണ സമയത്ത് നമ്മുടെ നെപ്പോ ചേച്ചി വായ പൊത്തും. വായ്നാറ്റം. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കാനായിട്ട് പോവും. പിന്നെ ഡാൻസ് പരിപാടി കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് വീണ്ടും കോൾ ചെയ്യും. हेलो बाबू. हाय बानी बू. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? हेलो बाबू. हाय बानी बू.
എന്തുള്ള പേരാണത്? പിന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മുടെ നെപ്പോ ചേച്ചിയുടെ തന്ത കേൾക്കും. അന്തസ് വേണോടാ, അന്തസ്. എന്നിട്ട് ഇവളുടെ തന്ത നെപ്പോണ്ണനെ കാണണമെന്ന് പറയും. അപ്പൊ ഇവള് നമ്മുടെ നെപ്പോണ്ണനെ വിളിച്ചിട്ട് തന്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയും. എന്നിട്ട് തന്തേനെ ഇംപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ലവ് ടുഡേയിൽ നൈസായിട്ട് അവൾക്ക് അഭിനയിക്കാൻ അറിയണ കാരണം ചെയ്തു. പക്ഷെ നമ്മുടെ നെപ്പോ ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് കഴുത്ത് വെച്ച് അഭിനയിക്കുക. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനായിട്ട് ഇളക്കുന്നത്? ഇവളുടെ ഈ കഴുത്ത് വെച്ചുള്ള പെർഫോമൻസ് തന്നെ സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ എഡിറ്റർ ഞാനും കൂടി വെറുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അതിലും വലിയ വെറുപ്പിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് പിന്നെ നമ്മുടെ നെപ്പോണ്ണൻ അവളുടെ തന്തയുടെ അടുത്തേക്ക് പോകും. തന്ത അവനെ കാണുമ്പോൾ എന്നെ ഒന്ന് ചിരിക്കും. എന്നിട്ട് മോൻ ചിരിക്കില്ലേ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ അണ്ണൻ നാച്ചുറൽ ആയിട്ടൊന്നൊരു ചിരി അങ്ങ് ചിരിക്കും. ഗുഡ് വൺ അങ്കിൾ ജി. ഭാരത അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. പിന്നെ ഇവളുടെ തന്ത ഇവർ രണ്ടുപേരും ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇവർക്ക് കൊടുക്കും. എന്നിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ദിവസം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുക എന്ന് പറയും. അപ്പൊ അതിനൊരു തീരുമാനമായി. എന്നിട്ട് ഇവ വീട്ടിൽ പോയിട്ട് അവളുടെ ചാറ്റൊക്കെ നോക്കും. അപ്പൊ ഫോണിന്റെ ചാർജ് തീരും. എന്നിട്ട് കുത്താൻ പോണ സമയത്ത് കറണ്ട് പോകും. ഇവൻ ആ കറണ്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഈ മണ്ടൻ എന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പവർ ബാങ്ക് വാങ്ങാനായിട്ട് പോകും. എടാ മണ്ട, പവർ ബാങ്കിൽ ചാർജ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഫോൺ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെപ്പോ ചേച്ചിയും ബെസ്റ്റ് ആയിട്ടുള്ള റീലൊക്കെ കാണും. ഇനി എന്റെ ഒരു സ്പെഷ്യൽ സാധനം. ഈ റീല് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ. ചേച്ചിക്ക് അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഡാൻസ് കളിക്കാനും അറിയില്ല കേട്ടാ. And I've got to say, in all honesty, it's the biggest piece of dog shit. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഈ ഫോണിൽ ഓരോ ചാറ്റും കാര്യങ്ങളും കണ്ടിട്ട് നമ്മുടെ നെപ്പോണ്ണന് പ്രാന്താവും. पागल हो गया क्या? अकेले अकेले खड़ा खड़ा हंस रहा है? एक नंबर का उल्लू का पट्टा हूं मैं मम्मी. അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ നമ്മുടെ നെപ്പോണ്ണൻ നെപ്പോ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഇവള് ഉടായിപ്പാണ്. എനിക്ക് ഇവളുടെ ഫോൺ 3 ദിവസം നോക്കാനായിട്ട് വേണമെന്ന് പറയും. അപ്പോൾ ഇവളുടെ തന്ത നീ നിന്റെ ഫോണിലെല്ലാം ഡിലീറ്റ് ചെയ്തുപോലെ ഞങ്ങൾ റീകവർ ചെയ്തിട്ട് ഞങ്ങളും 3 ദിവസം നോക്കാൻ പോവാന്ന് പറയും. എന്നിട്ട് നെപ്പോ ചേച്ചി ഇവന്റെ ഫോണിലെ ചാറ്റൊക്കെ നോക്കുമ്പോ അവൻ കോഴിയാന്ന് മനസ്സിലായിട്ട് കട്ട കലിപ്പാവും. എന്നിട്ട് തുപ്പണ പോലെ കാണിക്കും. പക്ഷെ നമ്മുടെ നെപ്പോ ചേച്ചിക്ക് തുപ്പാൻ പോലും അറിയില്ല ഗൈസ്. हेलो. ഇവളെ ഇന്ന് ഞാൻ വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. പിന്നെ ഒരു ദിവസം നമ്മുടെ നെപ്പോ ചേച്ചി ഇവന്റെ ചാറ്റ് നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു പെണ്ണിന്റെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറെ ആൾക്കാരെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് കുറെ പൈസ അടിച്ചു മാറ്റിയെന്ന് അവൾ അറിയും. ആ ഫേക്ക് അക്കൗണ്ടിന്റെ പേരെന്താണെന്നറിയോ? ലവർ 21. ഇപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ പിള്ളേര് വരെ പറയൂടാ അത് ഫേക്ക് അക്കൗണ്ട് ആണ്. എന്നിട്ട് ഈ പൊട്ടനെ അവർക്ക് പൈസ അയച്ചു കൊടുത്തേക്കണ്. നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഇങ്ങനെയെന്ന്? കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ നെപ്പോ ചേച്ചി നെപ്പോണ്ണന് തല്ലാവും. അതിൻ്റെ തല്ല് കഴിഞ്ഞ് വീട്ടിൽ പോണ സമയത്ത് നെപ്പോ ചേച്ചിയുടെ ഒരു ഫേക്ക് വീഡിയോ ഒരാൾ അപ്ലോഡ് ചെയ്തത് കാണും. ഇത് നമ്മുടെ നെപ്പോണ്ണനും കാണും. എന്നിട്ട് നെപ്പോണ്ണൻ്റെ ഒരു കൂട്ടുകാരനും ഒരു ഹാക്കറാണ്. എന്നിട്ട് അവനോട് ആരത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറയും. അവൻ ആ ലാപ്ടോപ്പ് എടുത്തിട്ട് കീബോർഡുമ്മ 2 തട്ടും. തട്ടുമ്മയ്ക്കും അത് ആരാന്ന് അവൻ കണ്ടുപിടിക്കും. എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. പിന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തവനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇടിച്ചു കൂട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെപ്പോണ്ണൻ നെപ്പോ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഈ കോഴി പരിപാടിയൊക്കെ നിർത്തി ഡീസൻ്റ് ആയി എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും സെറ്റാവും. അങ്ങനെ പടം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സംഭവം എഴുതി കാണിക്കും. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സീൻ. The end. Oh, marvelous.